അല്ല, അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരിതുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണം. പുറത്തുള്ള BJP-ക്കാരും വ്യാപകമായിട്ട് ചേർത്തിട്ടുണ്ട്. ഈ ചേർത്ത വോട്ടുകളെന്ന് പറയുന്നത് ആലത്തൂർ, ചാലക്കുടി ലോക്സഭയിലെ ആളുകളെയാണ് കൂടുതലായിട്ട് ചേർത്തത്. പിന്നെ 2023 വരെ ഉണ്ടായിരുന്ന നിയമത്തിൽ 6 മാസത്തെ താമസം വേണമായിരുന്നു. ഇപ്പം അത് വേണ്ട. അപ്പോൾ അത് തന്നെ ഒരു പ്രീ പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അല്ല, പിന്നീട് അദ്ദേഹം ആന്ധ്ര ഉപമുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് പോയിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അതൊരു ഡീലിൻ്റെ ഭാഗം തന്നെ. അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് 2023 ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭേദഗതി വരുത്തിയവർ. അതുവരെ 6 മാസം താമസമുള്ള സ്ഥലത്ത് മാത്രമേ വോട്ട് ചേർക്കാൻ പാടുള്ളൂ എന്നായിരുന്നു നിയമം. അതിലാണ് വാടകച്ചീട്ടുണ്ടെങ്കിൽ വോട്ട് ചേർക്കാം എന്നുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭേദഗതി കൊണ്ടുവന്നതോടെ വോട്ട് ചേർക്കൽ പ്രക്രിയ എളുപ്പമായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് വിധി എതിരാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് അട്ടിമറിക്കാൻ തക്കവണ്ണം ഒരു നിയമം നടത്തിയതാണ് 2023. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അതുവരെ ഉണ്ടായിരുന്ന 2023 വരെ ഉണ്ടായിരുന്ന നിയമത്തിൽ 6 മാസത്തെ താമസം വേണമായിരുന്നു. ഇപ്പം അത് വേണ്ട. അപ്പോൾ അത് തന്നെ ഒരു പ്രീ പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഫലമാണ് ഇത്രയും സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള അട്ടിമറി ഉണ്ടായത്. അത് അല്ല, തൃശ്ശൂരത്തെ പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ പൂങ്കുന്നം, ശങ്കരംകുളങ്ങര ഭാഗങ്ങളിലുള്ള ഫ്ലാറ്റുകളിൽ വോട്ടുകൾ ചേർത്തതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മിറ്റി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിട്ടേണിംഗ് ഓഫീസറായ കലക്ടർ അക്കാര്യത്തിൽ മൗനം പാലിച്ചു. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, നേരത്തെ തന്നെ തൃശ്ശൂർ ഞങ്ങൾ നേരത്തെ തന്നെ പരാതി കൊടുത്തു. ഈ ഏരിയയിൽ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വോട്ട് ചേർത്തല്ല, നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അത് ഞങ്ങൾ അന്നേ പരാതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പരാതി നിലവിലുണ്ട്. ഈ കളക്ടർ എന്നത് റിട്ടേണിംഗ് ഓഫീസർ കൂടിയാണ്. അപ്പോൾ കളക്ടർ ഏതെങ്കിലും തരത്തിൽ ചില രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് സംശയിക്കുന്നു. അല്ല, പിന്നീട് അദ്ദേഹം ആന്ധ്ര ഉപമുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് പോയിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അതൊരു ഡീലിൻ്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹത്തിനെ കാണാനില്ല, ഫേസ്ബുക്കിൽ മാത്രമാണുള്ളത്. കാരണം അപ്പോൾ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൻസിയിലും കാണുന്നില്ല. നമ്മൾ കണ്ട പാർലമെൻറ്റിൻ്റെ ചിത്രങ്ങൾ, വിഷ്വൽ സീനൊന്നും അയാളെ കാണാനില്ല. അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തതിൽ ഫേസ്ബുക്കിൽ കണ്ടു. കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റും. അദ്ദേഹം പാർലമെൻറ്റിലും ഇല്ല, തൃശ്ശൂരും ഇല്ല. പിന്നെ എവിടെ പോയി നോക്കും? ഈ അട്ടിമറിയിലൂടെ വിജയിച്ചു എന്നാണെങ്കിൽ MP സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരിതുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്ത ഒരു പരാതിയും കലക്ടർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം 4 പേരെ പോളിംഗ് ബൂത്തിൽ തടഞ്ഞു വെച്ചപ്പോൾ കലക്ടർ വന്ന് പറഞ്ഞ് അവർക്ക് ഐഡൻറ്റിറ്റി കാർഡുണ്ട്, വോട്ടുണ്ട്, അതുകൊണ്ട് അവരെ തടയാൻ സാധ്യമല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പുറത്തുള്ള BJP-ക്കാരും വ്യാപകമായിട്ട് ചേർത്തിട്ടുണ്ട്. ഈ ചേർത്ത വോട്ടുകളെന്ന് പറയുന്നത് ആലത്തൂർ, ചാലക്കുടി ലോക്സഭയിലെ ആളുകളെയാണ് കൂടുതലായിട്ട് ചേർത്തത്. മാത്രമല്ല, ചാലക്കുടി ലോക്സഭയിൽ BJP കാൻഡിഡേറ്റ് അല്ല മത്സരിച്ച്, BDJS ആണ്. അവരുടെ വോട്ടിൽ വ്യാപകമായിട്ട് വോട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അവിടെ 2014 അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന് കിട്ടിയ വോട്ട് പോലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BDS-ന് അവിടെ ചാലക്കുടിയിൽ കിട്ടിയിട്ടില്ല. എനിക്കന്ന് കേരളത്തിൽ BJP-ക്ക് വോട്ടിടുമുണ്ടായ നിയോജക മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചാലക്കുടി. അപ്പോൾ അത് തൃശ്ശൂരിൻ്റെ പരിസരമാണ്. കയ്പമംഗലം ചാലക്കുടിയാണെങ്കിൽ അതിനിപ്പുറമുള്ള നാട്ടികയുടെ ഭാഗം തൃശ്ശൂരാണ്. അപ്പോൾ അവർക്ക് ചേർക്കാൻ എളുപ്പമാണ്. അതുപോലെ വടക്കാഞ്ചേരിയിലുള്ള ആളുകളെ തൃശ്ശൂർ ചേർത്തു. കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അടുത്താണ് ആ പ്രദേശങ്ങളൊക്കെ. വടക്കാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അടുത്ത ബോർഡറാണല്ലോ. മുളകുന്താവിലുള്ള വോട്ടർമാരെ ഇങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വോട്ട് ചേർക്കാൻ അവർക്ക് എളുപ്പമായിരുന്നു. അതും മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം ഈ ഇലക്ഷനോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫ്ലാറ്റുകളെ ഇനി സാമ്രാജ്യങ്ങളായിട്ട് കണക്കാക്കരുത്. വോട്ടർമാരെ തേടി പാർട്ടി സ്ഥാനാർത്ഥികളുടെ ആളുകൾ സ്ക്വാഡ് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞ് വാതിൽ കൊട്ടി അടയ്ക്കുന്ന ഏർപ്പാട് ഇനി മുതൽ നടത്തിയിട്ടില്ല. അതാണ് ഈ
പ്രധാനമായും ഫ്ലാറ്റുകൾ കേന്ദ്രീകരിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത്. ആ ഫ്ലാറ്റിൻ്റെ ആരെങ്കിലും ഒരാളെ പിടിച്ചാൽ മതി. ഇപ്പോൾ ഈ വോട്ട് ചേർത്ത വോട്ടർമാരെ ഫ്ലാറ്റിലെ അഡ്രസ്സുള്ളവർക്ക് അറിഞ്ഞുകൂടാ. ഇത് വലിയൊരു സീരിയസ് ആണ്. കാരണം കേരളം പോലെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഗൗരവത്തിലായിട്ട് എടുക്കണം. അത് പിന്നെ മറ്റ് സ്റ്റേറ്റുകളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ല, തൃശ്ശൂർ അതിനും കൂട്ടു നിന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എങ്ങനെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ചേർക്കും? 30,000 മുതൽ 86,000 വോട്ട് വരെ ചേർത്തു എന്നാണ് കണക്ക്. ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ച ഒരു നിയോജകമണ്ഡലം തൃശ്ശൂരാണ്. 1,47,000 വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ, 2019-നേക്കാൾ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വന്ന ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജനവിധി അട്ടിമറിക്കാൻ എളുപ്പമാണല്ലോ. 70,000 വോട്ടിന് ജയിച്ചതാണ്. അപ്പോൾ എത്ര വ്യാജ വോട്ടുകൾ ചേർക്കുന്നതാണ് ഈ മുരളീധരൻ ഉപയോഗിച്ചത്? അല്ല, ഈ വോട്ട് ചേർത്തു കള്ളത്തരം കാണിച്ചു എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ ഒരു ധാർമ്മികമായിട്ട് രാജിവെക്കുന്നതാണ് നല്ലതെന്നേ പറയും. രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം കൂടുതൽ കാലം MP ആയിട്ട് ഇരുന്നാൽ അത്രയും UDF നല്ലതാണ്. കാരണം അദ്ദേഹം ജയിച്ചുകൊണ്ട് മാത്രം ഒരു BJP സ്ഥാനാർത്ഥി ഇനി തൃശ്ശൂർ ജയിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അല്ല, അതുകൊണ്ടാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നത് ഇത്രയും ഫൈറ്റ് ചെയ്ത് ജയിച്ചു എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് സാധാരണ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുമല്ലോ. ഇത്തവണ കൊടുക്കാതിരുന്നത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ കാരണം ജയിച്ചതാണ്, അതുകൊണ്ട് ഇത്രയൊക്കെ മതിയെന്ന് ചിലപ്പോൾ മോഡി തീരുമാനിച്ചു കാണും. ഞങ്ങൾ കൊടുത്ത പരാതി നിലവിലുണ്ട്. ഞങ്ങൾ പരാതി കൊടുത്തില്ല. തൃശ്ശൂർ പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് മറ്റുള്ള സ്ഥലത്ത് അറിയാം. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. BJP പറയുന്ന പോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഓഫീസർ, ചീഫ് ഇലക്ഷൻ ഓഫീസർ പറയുന്നത്. പരാതി വന്നില്ല, അതിനുശേഷം യോഗം ചേർന്നു, അതിലും ആരും പരാതി പറഞ്ഞില്ല. പരാതി ഇലക്ഷന് മുമ്പ് തന്നെ പരാതി കൊടുത്തല്ലോ. അപ്പൊ അങ്ങനെയാണ് പരാതി അവിടെ ജില്ലാ കളക്ടർ മുക്കി. പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നൽകിയ മറുപടി അത് ശരിയല്ല എന്നുള്ള മറുപടി ഞങ്ങൾക്ക് തന്നു. അന്ന് തന്നെ തന്നല്ലോ. ഇനി എന്താ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്? അത് ഞങ്ങളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണമല്ലോ. മാത്രമല്ല, ഇതുകൊണ്ടുണ്ടായൊരു മെച്ചമെന്ന് പറയുന്നത് ഈ ഇന്നിപ്പോൾ ഇന്ത്യയിലുണ്ടായ ഈ സംഭവവികാസങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടൊരു മെച്ചമായിട്ട് ഞാൻ കാണുന്നത് ഇത് ഭാവിയിൽ ആവർത്തിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കും. ഈ സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് ഭാവിയിലെങ്കിലും ഇതുപോലത്തെ അട്ടിമറികൾ ഉണ്ടാവരുത്. ജനാധിപത്യത്തിൻ്റെ ദോഷവശങ്ങളെ മാറ്റാൻ ഇതുപോലുള്ള നീക്കങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. VD സതീശന് ശാപം ഇല്ല, അതിൽ അത്ര ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മറ്റുള്ളവരുടെ തൃപ്തി നോക്കിയിട്ടല്ല ഞാൻ അഭിപ്രായം പറയാം. ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ഒരിക്കലും പാർട്ടിക്ക് ദോഷകരമായിട്ട് വരില്ല. അതെനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഞാൻ ഇന്നലെ VD സതീശനാണ് ഇന്നലെ അവാർഡ് കൊടുത്തത്. സ്വാഭാവികമായിട്ടും VD സതീശനെ കുറിച്ചാണ് പറയുക, അല്ലാതെ മറ്റുള്ളവരെ കുറിച്ചല്ല പറയുക. അപ്പോൾ VD സതീശനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു പോയിന്റ് പറഞ്ഞു എന്ന് മാത്രം. അത്ര വലിയ ബഹളവും ചർച്ചയാക്കേണ്ട ആവശ്യമൊന്നുമില്ല.